Good morning, children. Welcome back to our English class. Today we are going to study our third lesson, Hansel and Gretel. Hansel and Gretel. All of you take page number 17, Unit 3, Hansel and Gretel. To warm up, let's do an activity. Separate the names of fruits, vegetables and sweets in the following picture. Okay, separate the names of fruits and vegetables and sweets in the following pictures. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും സ്വീറ്റ്സിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്വീറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സെപ്പറേറ്റ് ചെയ്യുക. ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഗ്രേപ്സ്, ആപ്പിൾ അല്ലേ? ഈ പിക്ചറിനകത്ത് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ. ദെൻ വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? പൊട്ടറ്റോ അല്ലേ? ദെൻ ബ്രിഞ്ചാൾ അല്ലേ? പൊട്ടറ്റോ എന്താണ്? ഉരുളക്കിഴങ്ങ് അല്ലേ? ബ്രിഞ്ചാൾ കത്രിക്ക അല്ലേ? കത്രിക്ക എന്നും പറയും, നമ്മൾ വഴുതനങ്ങ എന്നും പറയും. ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ഓക്കെ. സ്വീറ്റ്സ് ഏതൊക്കെയാണ് പിക്ചർ കൊടുത്തത്? കേക്ക് ആൻഡ് ചോക്ലേറ്റ്സ് അല്ലേ? കേക്ക് ആൻഡ് ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ് എന്താണ്? ചോക്ലേറ്റ്. ഓക്കെ. ഫ്രൂട്ട്സ്, ഗ്രേപ്സ് എന്താണ്? മുന്തിരിങ്ങ അല്ലേ? ദെൻ ആപ്പിൾ. വെജിറ്റബിൾസ്, പൊട്ടറ്റോ ആൻഡ് ബ്രിഞ്ചാൾ. പിക്ചർ കൊടുത്തിരിക്കുന്നതാണ്. പൊട്ടറ്റോയും ബ്രിഞ്ചാളുമാണ് ഇതിനകത്തുള്ള വെജിറ്റബിൾസ്. പിന്നെ സ്വീറ്റ്സ്, കേക്ക് ആൻഡ് ചോക്ലേറ്റ്. ഓക്കെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ രണ്ടുപേരും സഹോദരങ്ങളാണ്. അവർ ഒരു അത്ഭുത ലോകത്ത് എത്തിച്ചേരുന്ന സ്റ്റോറിയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. Once upon a time there lived a woodcutter and his wife in a small wood cottage with their 2 children near a forest. The elder boy was called Hansel and the girl Gretel. They were very poor and had very little to eat. Okay. Once upon a time there lived a woodcutter and his wife in a small wood cottage with their 2 children. Once upon a time meaning എന്താണ്? ഒരിടത്തൊരിക്കൽ ഒരു വുഡ്കട്ടർ ഉണ്ടായിരുന്നു. വുഡ്കട്ടർ ആരാണ്? മരം വെട്ടുകാരൻ അല്ലേ? ഒരു മരം വെട്ടുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു സ്മാൾ വുഡ് കോട്ട്, തടി കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ്. ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. വിത്ത് ദെയർ 2 children. അവർക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഓക്കെ. വൺസ് അപ്പോൺ എ ടൈം മീനിങ് എന്താണ്? ഒരിടത്തൊരിക്കൽ അല്ലേ? ദർ ലിവ്ഡ് എ വുഡ്കട്ടർ. ലിവ് മീനിങ് താമസിക്കുക. അവിടെ ഒരു വുഡ്കട്ടർ, മരം വെട്ടുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു. എവിടെയാണ് താമസിച്ചിരുന്നത്? ഇൻ എ സ്മാൾ വുഡ് കോട്ടേജ് വിത്ത് ദർ 2 children. ഒരു ചെറിയ ഒരു വുഡ് കോട്ട്, തടി കൊണ്ടുള്ള ഒരു വീട്ടിൽ. കോട്ടേജ് മീനിങ് വീടെന്നാണ്. വിത്ത് ദർ 2 children. അവരുടെ 2 കുട്ടികളുമായിട്ട് അവിടെ താമസിച്ചിരുന്നു അല്ലേ? ദ എൽഡർ ബോയ് വാസ് കാൾഡ് ഹാൻസൽ. മൂത്ത കുട്ടിയുടെ പേരെന്താണ്? ഹാൻസൽ. ആൻഡ് ദ ഗേൾ ഗ്രേറ്റൽ. പെൺകുട്ടിയുടെ പേര് ഗ്രേറ്റൽ എന്നാണ്. അപ്പോൾ മൂത്ത കുട്ടിയുടെ പേര് ഹാൻസൽ ആൻഡ് ദ ഗേൾ ഗ്രേറ്റൽ. ദേ വെർ വെരി പുവർ ആൻഡ് ഹാഡ് വെരി ലിറ്റിൽ ടു ഈറ്റ്. അവർ വളരെ പുവർ മീനിങ് എന്താണ്? പാവപ്പെട്ടവർ. ആൻഡ് വെരി ലിറ്റിൽ ടു ഈറ്റ്. ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ കുറച്ചേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ദേ വെർ വെരി പുവർ. വളരെ പാവപ്പെട്ടവരായിരുന്നു. ആൻഡ് ഹാഡ് വെരി ലിറ്റിൽ ടു ഈറ്റ്. കഴിക്കാനൊക്കെ വളരെ കുറച്ച് ഫുഡ് മാത്രമേ അവർക്കുള്ളൂ. ആഹാരം കഴിക്കാനൊക്കെ കഷ്ടപ്പാടാണ്. അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ് ഈ 2 കുട്ടികളും ഉള്ളത്. അച്ഛനാണെങ്കിൽ വുഡ്കട്ടറാണ് അല്ലേ? നോക്കേ, നെക്സ്റ്റ് നോക്കേ. വൺ ഡേ ദ 2 young children went with their father to collect wood from the forest. But somehow they got separated from their father and got lost. And tired after walking for long, they walked aimlessly in the forest. Suddenly their noses were filled with an oddly sweet aroma. The children followed the wonderful scent. It grew stronger and more delicious. Okay. One day, the 2 young children went with their father to collect wood from the forest. ഒരിക്കൽ, one day meaning എന്താണ്? ഒരു ദിവസം. The 2 young children, ഈ 2 കുട്ടികളും കൂടെ went with their father to collect wood from the forest. അവർ അച്ഛൻ്റെ കൂടെ എവിടെ പോയി?
വെൻറ്റ് മീനിങ് എന്താണ്? പോകുക, പോയി. ഗോ പോകുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. ചൈൽഡ് ഒരു കുട്ടി അല്ലേ, ചിൽഡ്രൻ എന്ന് വെച്ചാൽ കുട്ടികൾ. അപ്പോൾ ഒരു ദിവസം ഈ 2 കുട്ടികളും കൂടി അവർ അച്ഛൻ്റെ കൂടെ എവിടെ പോയി? ടു കളക്ട് വുഡ് ഫ്രം ദ ഫോറസ്റ്റിൽ നിന്നും വിറകൊക്കെ ശേഖരിക്കാനായിട്ട് പോയി. അച്ഛൻ്റെ കൂടെ പോവുകയാണ്. ടു കളക്ട് വുഡ് ഫ്രം ദ ഫോറസ്റ്റിൽ നിന്ന് വിറക് ശേഖരിക്കാനായിട്ട് പോയി. ഓക്കെ. ബട്ട് സംഹൗ ദേ ഗോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ ഫാദർ. പക്ഷേ എങ്ങനെയോ അവരെന്തോ ദേ ഗോട്ട് സെപ്പറേറ്റഡ്, അവർ അച്ഛൻ്റെ അടുത്ത് നിന്ന് വേർപെട്ടു. കാടാണ്, ചിലപ്പോൾ കുറച്ച് സ്ഥലം അങ്ങോട്ട് മാറിപ്പോയി കാണും അല്ലേ. ബട്ട് സംഹൗ ദേ ഗോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ ഫാദർ ആൻഡ് ഗോട്ട് ലോസ്റ്റ്. അവരെ നഷ്ടപ്പെട്ടു. അച്ഛനിങ്ങനെ കാട്ടിൽ മരം വെട്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഈ കുട്ടികളിങ്ങനെ കാട് കാണാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി. അവർ എന്ത് ചെയ്തു? അവർക്ക് എന്താണ്, അവരുടെ അച്ഛനും സെപ്പറേറ്റഡായി. ഓക്കെ. ബട്ട് സംഹൗ ദേ ഗോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ ഫാദർ ആൻഡ് ഗോട്ട് ലോസ്റ്റ്. ഓക്കെ. ഹംഗ്രി ആൻഡ് ടയേർഡ് ആഫ്റ്റർ വാക്കിംഗ് ഫോർ ലോങ് ദേ വാക്ട് എയിംലെസ്ലി ഇൻ ദ ഫോറസ്റ്റ്. ഓക്കെ. ഹംഗ്രി ആൻഡ് ടയേർഡ്, വിശപ്പ് അല്ലേ. കുറച്ച് ദൂരം നടന്നപ്പോഴും നടന്നവരങ്ങ് ക്ഷീണിച്ച്, അച്ഛനെ കാണുന്നുമില്ല അല്ലേ. ഹംഗ്രി മീനിങ് വിശപ്പ്, ആൻഡ് ടയേർഡ് ക്ഷീണിച്ച്. ആഫ്റ്റർ വാക്കിംഗ് ഫോർ ലോങ്, ഒരുപാട് ഇങ്ങനെ നടന്നു. അച്ഛനെ കണ്ടുപിടിക്കാനായിട്ടോ അല്ലെങ്കിൽ വീട് കാണാനൊക്കെ ഇവർ ഒരുപാട് ഈ കുട്ടികൾ കാട്ടുകിടന്ന് നടന്നു, പക്ഷേ കണ്ടില്ല. നോക്കേ. ഹംഗ്രി മീനിങ് എന്താണ്? വിശപ്പ്. ടയേർഡ് ക്ഷീണിച്ച്. വാക്കിംഗ് ഫോർ ലോങ്, ഒരുപാട് ദൂരം അവർ നടന്നു. ദേ വാക്ട് എയിംലെസ്ലി ഇൻ ദ ഫോറസ്റ്റ്. ദ വാക്ട് എയിംലെസ്ലി മീനിങ് എന്താണ്? ഒരു ലക്ഷ്യവും ഇല്ലാതെ ഇങ്ങനെ നടക്കും. കാടാകുമ്പോൾ ഒരു വഴിയോ ഒന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഒരു എയിംലെസ്ലി മീനിങ് ഒരു ലക്ഷ്യമില്ലാതെ ഈ ഫോറസ്റ്റിൽ കൂടെ അവരിങ്ങനെ നടക്കുക. കാരണം അച്ഛനെ കാണുന്നില്ല, എത്ര നടന്നിട്ടും വീട് കാണുന്നില്ല അല്ലേ. ഒരു രക്ഷയില്ല. അവരിങ്ങനെ കാട്ടുകൂടി ഇങ്ങനെ, എയിംലെസ്ലി മീനിങ് ഒരു ലക്ഷ്യവും ഇല്ലാതെ ആ കാട്ടുകൂടി ഇങ്ങനെ നടന്നു. സഡൻലി മീനിങ് എന്താണ്? പെട്ടെന്ന്. ദെയർ നോസസ് വെർ ഫിൽഡ് വിത്ത് ആൻ ഓഡ്ലി സ്വീറ്റ് അരോമ. അവരുടെ സഡൻലി പെട്ടെന്ന് അവരുടെ നോസസ്, അവരുടെ മൂക്കിങ്ങനെ ഫിൽഡ് നിറഞ്ഞു. ആൻ ഓഡ്ലി സ്വീറ്റ് അരോമ, നല്ല വിചിത്രമായ, ഓഡ്ലി മീനിങ് വിചിത്രമായ, ഒരു ഭയങ്കര മണം, നല്ല സ്വീറ്റ്, നല്ല മണം വരുന്നു. അവരുടെ മൂക്ക് ഇങ്ങനെ നിറയുകയാണ്. ദ ചിൽഡ്രൻ ഫോളോവേഡ് ദ വണ്ടർഫുൾ സെൻറ്റ്, ഇറ്റ് ഗ്രൂ സ്ട്രോങ്ങർ ആൻഡ് മോർ ഡെലീഷ്യസ്. നോക്കി. ദ ചിൽഡ്രൻ ഫോളോവേഡ് ദ വണ്ടർഫുൾ സെൻറ്റ്. ആ മണം എവിടുന്നാണ് വരുന്നതെന്ന് അവരിങ്ങനെ അതിൻ്റെ പുറകെ നടന്നു അല്ലേ. മണം വരുന്ന സ്ഥലത്ത് ഇങ്ങനെ നടന്നു. ചിൽഡ്രൻ ഫോളോവേഡ് ദ വണ്ടർഫുൾ സെൻറ്റ്. ആ മണം ഇങ്ങനെ വരുന്ന സ്ഥലത്തിലേക്ക് അവരിങ്ങനെ നടന്നു. ഇറ്റ് ഗ്രൂ സ്ട്രോങ്ങർ ആൻഡ് മോർ ഡെലീഷ്യസ്. നടക്കും തോറും ആ മണം കൂടിക്കൂടി ഇങ്ങനെ വന്നു അല്ലേ. ആ മണം കൂടിക്കൂടി വന്നു. ആൻഡ് ഡെലീഷ്യസ് മീനിങ് നല്ല സ്വാദിഷ്ടമായ, ഭയങ്കര ഡെലീഷ്യസ് ഫുഡ് എന്ന് വെച്ചാൽ നല്ല സ്വാദിഷ്ടമായ ആഹാരം എന്നാണ് അർത്ഥം. അപ്പോൾ ആ മണം കേൾക്കുമ്പോൾ എന്തോ നല്ല മണം വരുന്നു അല്ലേ. എന്താണ്? സഡൻലി ദർ നോസസ് വെയർ ഫിൽഡ് വിത്ത് ആൻ ഓഡ്ലി സ്വീറ്റ് അരോമ. അവരുടെ അരോമ മീനിങ് മണം, ഒരു വിചിത്രമായ മണം അവരുടെ മൂക്കിനകത്ത് ഇങ്ങനെ വന്ന് അടിച്ച് അല്ലേ. ദ ചിൽഡ്രൻ ഫോളോവേഡ് ദ വണ്ടർഫുൾ സെൻറ്റ്. ആ മണം പിടിച്ച് ആ കുട്ടികൾ ഇങ്ങനെ നടക്കുക. ഓക്കെ. ഇറ്റ് ഗ്രൂ സ്ട്രോങ്ങർ ആൻഡ് മോർ ഡെലീഷ്യസ്. ഭയങ്കര സ്വാദിഷ്ടമായ മണം അവരിങ്ങനെ നടക്കും തോറും കൂടി വരുന്നു അല്ലേ. അവർ ആ മണം വരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ്. Suddenly they came to a small clearing in a distance. A strange-looking house was standing in the middle. Hansel and Gretel ran towards the house. As they got near the house, they stopped suddenly. Their mouths were wide open with surprise. Okay. Suddenly meaning എന്താണ്? പെട്ടെന്ന്. They came to a small clearing in a distance. ഒത്തിരി അകലത്തിൽ അവരെന്ത് കണ്ടു? ഒരു ഓപ്പൺ സ്പേസ് കണ്ടു. സ്മാൾ ക്ലിയറിംഗ് മീനിങ് ഒരു ഓപ്പൺ സ്പേസ്. ദേ കെയിം ടു എ സ്മാൾ ക്ലിയറിംഗ് ഇൻ എ ഡിസ്റ്റൻസ്. ഒരു ഇങ്ങനെ വിജനമായ കുറച്ച് സ്ഥലം വൃത്തിയാക്കിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നു. നല്ല സ്പേസ്, നല്ല സ്ഥലം കിടക്കുന്നു. സ്മാൾ ക്ലിയറിംഗ് ഇൻ എ ഡിസ്റ്റൻസ് മീനിങ് ദൂരെ ഒരു സ്ഥലത്ത് കുറച്ച് വിജനമായ സ്ഥലം. ഓക്കെ. എ സ്ട്രേഞ്ച് ലുക്കിംഗ് ഹൗസ് വാസ് ഇൻ ദ മിഡിൽ. ഓക്കെ. ഒരു സ്ട്രേഞ്ച് ലുക്കിംഗ് കണ്ടാൽ നമുക്ക് വളരെ അപരിചിതമായി, ഇതുവരെ അങ്ങനെ ഒരു വീട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ട്രേഞ്ച് ലുക്കിംഗ് ഹൗസ് വാസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ. ആ സ്ഥലത്തിൻ്റെ നടുക്ക് ഒരു വിചിത്രമായൊരു വീട് നിൽക്കുന്നു. ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ റാൻ ടുവേഴ്സ് ദ ഹൗസ്. അപ്പോൾ ഈ വീട് കണ്ടപ്പോഴത്തേക്കും ഹാൻസലിനും ഗ്രേറ്റൽ
ഗ്രേറ്റനും ഭയങ്കര സന്തോഷമായി കാണും അല്ലേ. ഒരുപാട് സമയമായിട്ട് അവർ വിശന്നിങ്ങനെ അലഞ്ഞ് നടക്കുക, എവിടെ നോക്കിയാലും കാട് തന്നെ കാട് അല്ലേ. ഓക്കെ, ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ റൺ ടുവേഴ്സ് ദ ഹൗസ്. ആ വീട്ടിനകത്തേക്ക് അവർ ഈ കുട്ടികൾ വീട്ടിലോട്ട് ഓടിയേക്കാം ആ വീട് കണ്ടുകൊണ്ട്. ആസ് ദേ ഗോട്ട് നിയർ ദ ഹൗസ് ദേ സ്റ്റോപ്ഡ് സഡൻലി. അപ്പോൾ അവർ ആ വീടിനടുത്തെത്തിയപ്പോൾ ആസ് ദേ ഗോട്ട് നിയർ ദ ഹൗസ്, ആ വീടിനടുത്തെത്തിയപ്പോൾ അവരെന്ത് ചെയ്തു, ദേ സ്റ്റോപ്ഡ് സഡൻലി, അവർ പെട്ടെന്ന് അവിടെ അങ്ങ് നിന്നു. ഓക്കെ, ആസ് ദേ ഗോട്ട് നിയർ ദ ഹൗസ്, നിയർ മീനിങ് അടുത്ത് അല്ലേ. നിയറിൻ്റെ ഓപ്പോസിറ്റാണ് ഫാർ. ഓക്കെ, നിയർ അടുത്ത്, നിയറിൻ്റെ ഓപ്പോസിറ്റാണ് ഫാർ. ആസ് ദേ ഗോട്ട് നിയർ ദ ഹൗസ് ദേ സ്റ്റോപ്ഡ് സഡൻലി. അപ്പോൾ ആ വീടിനടുത്തെത്തിയപ്പോൾ അവർ പെട്ടെന്ന് അവിടെ അങ്ങ് നിന്നു. ദർ മൗത്ത് വാസ് വെയർ വൈഡ് ഓപ്പൺ വിത്ത് സർപ്രൈസ്. സർപ്രൈസ് മീനിങ് അത്ഭുതം. അവർ വായങ്ങ് തുറന്നു അതിശയം കാരണം. അത്രയ്ക്ക് എന്തോ ഒരു വ്യത്യാസം ഉള്ള ഒരു സ്ട്രേഞ്ച് വീടായിരുന്നു അത്. ഓക്കെ, ദർ മൗത്ത്സ് വെയർ വൈഡ് ഓപ്പൺ. അവരിങ്ങനെ വാ തുറക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിശയിച്ചിങ്ങനെ നിൽക്കുന്നതിനാണ്. ദർ മൗത്ത് വാസ് വൈഡ് ഓപ്പൺ വിത്ത് സർപ്രൈസ്. സർപ്രൈസ് മീനിങ് അതിശയം അത്ഭുതം കൊണ്ട്. സർപ്രൈസ് മീനിങ് അത്ഭുതം കൊണ്ട് അവരുടെ വായ ഇങ്ങനെ അവരിങ്ങനെ തുറന്നു. അത്രയ്ക്ക് എന്തോ അതിശയമാണ് അവർ കണ്ടത്. നെക്സ്റ്റ് പേജ്. In front of their eyes they saw a house made entirely out of the most delicious looking sweets. ഓക്കെ, വീടിൻ്റെ പിക്ചർ നിങ്ങൾ കണ്ടോ. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഐസ് ദേ സാ എ ഹൗസ് മേഡ് എൻറ്റയർലി ഔട്ട് ഓഫ് ദ മോസ്റ്റ് ഡെലീഷ്യസ് ലുക്കിംഗ് സ്വീറ്റ്സ്. അപ്പോൾ അവരുടെ കണ്ണിങ്ങനെ അവരുടെ കണ്ണിൻ്റെ മുന്നിൽ എന്താണ്, ഒരു വീട്. ആ വീട് മുഴുവൻ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മോസ്റ്റ് ഡെലീഷ്യസ്, വളരെ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ കൊണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായിയും കേക്കും ഒക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നൊരു വീട് അല്ലേ. കഴിച്ച് തിന്നാൻ തോന്നുന്നൊരു വീടാണ് അവർ കണ്ടത്. ദ ഹൗസ് വാസ് മേഡ് ഓഫ്, ഇൻ ഫ്രണ്ട് ഓഫ് ദർ ഐസ് ദേ സാ എ ഹൗസ് മേഡ് എൻറ്റയർലി ഔട്ട് ഓഫ് മോസ്റ്റ് ഡെലീഷ്യസ് ലുക്കിംഗ് സ്വീറ്റ്സ്. എൻറ്റയർലി മീനിങ് ആ വീട് മുഴുവൻ എങ്ങനെയാണ്, വളരെ സ്വീറ്റായ സ്വാദിഷ്ടമായ എന്തോ കൊണ്ട് നിർമ്മിച്ചു വച്ചിരിക്കുന്നു ആ വീട്. The house was made of gingerbread. The roof was covered with cake. Here and there, the hungry children could see lollipops. The windows of the house were made of sweets. The door was made of many bright-colored creamy muffins. The pathway was covered with round pebble like chocolates. ഓക്കെ, ദ ഹൗസ് വാസ് മേഡ് ഓഫ് ജിഞ്ചർ ബ്രെഡ്. അപ്പോൾ ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്, ഒരു ബ്രെഡാണ്. കേക്ക് ഫ്ലവേർഡ് വിത്ത് ജിഞ്ചർ, ഇഞ്ചിയുടെ മണമുള്ള ഒരു കേക്കാണ് ജിഞ്ചർ ബ്രെഡ്. ദ ഹൗസ് വാസ് മേഡ് ഓഫ് ജിഞ്ചർ ബ്രെഡ്. ആ വീട് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ജിഞ്ചർ ബ്രെഡ് കൊണ്ട്. ജിഞ്ചർ ബ്രെഡ് എന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ഫ്ലേവറുള്ള ബ്രെഡാണ്. ദ റൂഫ് വാസ് കവേർഡ് വിത്ത് കേക്ക്. എൻ്റെ വീടിൻ്റെ മേൽക്കൂര നോക്കി നിങ്ങൾ, എൻ്റെ വീടിൻ്റെ മേൽക്കൂരയാണ് അതിൻ്റെ കേക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, കേക്കാണ് മുകളിൽ. ഹിയർ ആൻഡ് ദെയർ ദ ഹംഗ്രി ചിൽഡ്രൻ കുഡ് സീ ലോലിപോപ്സ്. അവിടെ ഇവിടെയൊക്കെ കുട്ടികൾക്ക് എന്താ ലോലിപോപ്സ് കാണാൻ പറ്റും, മിഠായിയല്ലേ ലോലിപോപ്സ്. അപ്പോൾ കുട്ടികൾക്ക് വിശന്നിരിക്കുക അല്ലേ. ഹിയർ ആൻഡ് ദെയർ മീനിങ് ഇവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെ കാണാം, ദ ഹംഗ്രി ചിൽഡ്രൻ കുഡ് സീ ലോലിപോപ്സ് കാണാം. ദ വിൻഡോസ് ഓഫ് ദ ഹൗസ് വെയർ മേഡ് ഓഫ് സ്വീറ്റ്സ്. വീടിൻ്റെ ജനലൊക്കെ ആണെങ്കിൽ എന്തോ വെച്ച് നിർമ്മിച്ചിരിക്കുന്നത്, സ്വീറ്റ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഓക്കെ, പിക്ചർ കണ്ടാൽ നിങ്ങൾ. ഓക്കെ, ദ വിൻഡോസ് ഓഫ് ദ ഹൗസ് വെയർ മേഡ് ഓഫ് സ്വീറ്റ്സ്. ദ ഡോർ വാസ് മേഡ് ഓഫ് മെനി ബ്രൈറ്റ് കളേർഡ് ക്രീമി മഫിൻസ്. ഇപ്പോൾ ഡോറാണെങ്കിൽ എന്തുകൊണ്ടാണ്, പല ബ്രൈറ്റ് കളറുള്ള ക്രീമി മഫിൻസ് മീനിങ് എ സ്മാൾ സ്പോഞ്ചി കേക്ക്, ആൾസോ നോൺ ആസ് കപ്പ് കേക്ക്. മഫിൻസ് എന്ന് വെച്ചാലും കേക്കാണ്, നല്ല സ്പോഞ്ചായിട്ടിരിക്കുന്ന ഒരു കേക്കാണ്. ദ പാത്വേ വാസ് കവേർഡ് വിത്ത് റൗണ്ട് പെബിൾ ലൈക്ക് ചോക്ലേറ്റ്സ്. പാത്വേ എന്ന് വെച്ചാൽ വഴി. ഓക്കെ, ദ പാത്വേ വാസ് കവേർഡ് വിത്ത് പെബിൾ ലൈക്ക് ചോക്ലേറ്റ്സ്. പാത്വേ എന്ന് വെച്ചാൽ ആ വഴിയാണ്. വഴി നിറച്ചും എന്താണ്, ഇസ് കവേർഡ് വിത്ത് റൗണ്ട് പെബിൾ, കല്ലുകൾ പോലെയുള്ള ചോക്ലേറ്റ്സ്. ആ വഴിയിലും കണ്ട പിക്ചർ നിങ്ങൾ നോക്കേ, ഇതും ചോക്ലേറ്റ്സ് ആണ് അല്ലേ. പാത്വേ എന്ന് വെച്ചാൽ വഴി. ആ വീട്ടിലേക്കുള്ള വഴി നിറച്ചും എന്താണ്, പെബിൾ ലൈക്ക് ഇതും ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ റൂഫാണെങ്കിൽ എന്താണ്, റൂഫ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്,
ദ വിൻഡോസ് ഓഫ് ദ ഹൗസ് വെയർ മേഡ് ഓഫ് സ്വീറ്റ്സ്. വിൻഡോസ് ആണെങ്കിൽ സ്വീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഡോറാണെങ്കിൽ ബ്രൈറ്റ് കളേർഡ് ക്രീമി മഫിൻസ്, നല്ല ബ്രൈറ്റ് കളറുള്ള ക്രീമി കേക്ക് അല്ലേ, ഒരു ക്രീം ഉള്ള കേക്കാണ് മഫിൻസ്. എ സ്മാൾ സ്പോഞ്ചി കേക്ക്, ആൾസോ നോൺ ആസ് കപ്പ് കേക്ക് എന്നറിയപ്പെടുന്ന ഒരു കേക്കാണ്. അത് വെച്ചാണ് ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് പാത്വേ, വഴിയിലാണെങ്കിൽ റൗണ്ട് പെബിൾസ് മീനിങ് കല്ലുകളെന്നാണ്. പെബിൾസ് മീനിങ് കല്ല് കണക്കുള്ള ചോക്ലേറ്റ്സ് നിറച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. നിങ്ങളെപ്പോലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ നിൽക്കും ഇല്ലേ. ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടില്ല അവരാരും ഇല്ലേ, നമ്മളെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കുട്ടികൾ ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ വീട് കണ്ടോ, കുട്ടികൾ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അവരിങ്ങനെ അതിശയിച്ച് ഈ വീട് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ സ്റ്റുഡ് സ്റ്റണ്ട് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ without caution or hesitation they ran to the house and began stuffing their mouths full of candy. Okay, Hansel and Gretel stood stunned for a moment. ഇപ്പോൾ ഹാൻസലും ഗ്രേറ്റൽ ഒരു നിമിഷം ഇങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ നിന്നു അല്ലേ. ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ സ്റ്റുഡ് സ്റ്റൺ ഫോർ എ മൊമെൻറ്റ്. ഒരു മൊമെൻറ്റ് മീനിങ് എ മൊമെൻറ്റ്, ഒരു നിമിഷം അവരിങ്ങനെ അതിശയിച്ചിങ്ങനെ നിന്നു. ആൻഡ് ദെൻ വിത്തൗട്ട് കാഷൻ ഓർ ഹെസിറ്റേഷൻ, പിന്നീട് ഒരു എതിർപ്പും കൂടാതെ എന്ത് ചെയ്തു, ദേ റാൻ ടു ദ ഹൗസ് ആൻഡ് ബിഗാൺ സ്റ്റഫിങ് ദെയർ മൗസ് ഫുൾ ഓഫ് കാൻഡി. അവർ ഓടി ചെന്നിട്ട് ആ വീട്, ദേ റാൻ ടു ദ ഹൗസ്, ആ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് കുട്ടികളാണ് ബിഗാൺ സ്റ്റഫിങ് ദെയർ മൗസ് ഫുൾ ഓഫ് ക്യാൻഡി. ഈ മിഠായികൾ ഇങ്ങനെ പറക്കി തിന്നാൻ തുടങ്ങി. കാരണം ഇവർക്കാണെങ്കിൽ കൊച്ചു കുട്ടികളാണ്, നിങ്ങളെപ്പോലുള്ള അല്ലേ. മിഠായി കണ്ടാൽ നമ്മൾ ഓടിപ്പോയി എടുക്കും. അപ്പോൾ ഒന്നാമതവർക്ക് വിശന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഫുൾ ഓഫ് ക്യാൻഡി മീനിങ് മിഠായി അല്ലേ. ഈ മിഠായി എടുത്ത് തിന്നാൻ തുടങ്ങി. വൺസ് അഗെയിൻ, ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ സ്റ്റുഡ് സ്റ്റണ്ട് ഫോർ എ മൊമെൻറ്റ് മീനിങ് ഒരു നിമിഷം അല്ലേ. ആൻഡ് ദെൻ വിത്തൗട്ട് കാഷൻ ഓർ ഹെസിറ്റേഷൻ ദ റാൻ ടു ദ ഹൗസ് ആൻഡ് ബിഗാൺ സ്റ്റഫിങ് ദെയർ മൗസ് ഫുൾ ഓഫ് ക്യാൻഡി. അവർ ഓടിപ്പോയി, റാൻ ടു ദ ഹൗസ്, വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ഇങ്ങനെ മിഠായികൾ ഇങ്ങനെ പറക്കിയെടുത്ത് തിന്നാൻ തുടങ്ങി. ഓക്കെ, ദെൻ നെക്സ്റ്റ് What little pretties have come to my house today? A voice came from inside the house. അപ്പോൾ അവരിങ്ങനെ ഒരു മിഠായിയൊക്കെ പറക്കി തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൗണ്ട്. ഓക്കെ, വാട്ട് ലിറ്റിൽ പ്രിട്ടീസ് ഹാവ് കം ടു മൈ ഹൗസ് ടുഡേ. എ വോയിസ് കെയിം ഫ്രം ഇൻസൈഡ് ദ ഹൗസ്. ഒരു വീട്ടിനകത്തുനിന്ന് ഒരു സൗണ്ട് വന്നു. ആരാണ് ഈ കൊച്ചു സുന്ദരികൾ അല്ലേ, പ്രിട്ടീസ്, വളരെ ബ്യൂട്ടിഫുള്ളായ ആരാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നത്? ആരോ ചോദിക്കുന്നു വീട്ടിനകത്തിരുന്ന്. ഓക്കെ, വാട്ട് ലിറ്റിൽ പ്രിട്ടീസ് ഹാവ് കം ടു മൈ ഹൗസ് ടുഡേ. ആരാണ്, ഏത് സുന്ദരി കുട്ടികളാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നത് അല്ലേ. എ വോയിസ് കെയിം ഫ്രം ഇൻസൈഡ് ദ ഹൗസ്. ഒരു സൗണ്ട് കേട്ടു വീട്ടിനകത്ത് നിന്ന്. ആരോ, ഇൻസൈഡ് മീനിങ് അകത്ത്, അകത്തുനിന്നൊരു സൗണ്ട് കേട്ടു. ഓക്കെ, Hansel and Gretel stopped, showed and stared at one another. Each was messy and covered in candy. Okay, Hansel and Gretel stopped, showed and stared at one another. ഇപ്പോൾ വന്ന പാടെ അവിടെ കിടന്ന മിഠായി എല്ലാം പറക്കി തിന്നു അല്ലേ. അപ്പോൾ ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ സ്റ്റോപ്ഡ്, ഷോഡ്, പതുക്കെ അവിടെ നിന്നു. ആൻഡ് സ്റ്റേർഡ് അറ്റ് വൺ അനദർ. സ്റ്റെയർ ചെയ്യുക, ഇങ്ങനെ നോക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറച്ച് നോക്കുന്നതിനാണ് സ്റ്റെയർ ചെയ്യുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ. ഈച്ച് വാസ് മെസ്സി ആൻഡ് കവേർഡ് ഇൻ ക്യാൻഡി. അപ്പോൾ രണ്ടുപേരുടെ രണ്ടുപേരും എന്തോ കുഴപ്പത്തിലായില്ലേ. കാരണം വാ നിറച്ചും മിഠായിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. ഈച്ച് വാസ് മെസ്സി മീനിങ് കുഴപ്പം. ഈച്ച് വാസ് മെസ്സി ആൻഡ് കവേർഡ് ഇൻ ക്യാൻഡി. ഇങ്ങനെ മിഠായിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുള്ള മിഠായിയെല്ലാം വാ നിറച്ചും പറക്കി തന്നില്ല. ഓ, ടു ലിറ്റിൽ ഓൺസ് ടു എൻജോയ്. ദ വോയിസ് സ്ക്രീച്ച്ഡ് എഗെയിൻ. ഓക്കെ, ഓ, ടു ലിറ്റിൽ ഓൺസ്, രണ്ട് കൊച്ചു കുട്ടികൾ അല്ലേ, സന്തോഷിക്കാൻ വന്നതാണ്. ടു എൻജോയ് അല്ലേ. ടു ലിറ്റിൽ ഓൺസ് ടു എൻജോയ്, രണ്ട് കൊച്ചു കുട്ടികൾ അല്ലേ, നമുക്ക് സന്തോഷിക്കാമെന്ന് പറയാണ്. ദ വോയിസ് സ്ക്രീച്ച്ഡ് എഗെയിൻ. വീണ്ടും ആ വോയിസ് മീനിങ് സൗണ്ട്, ആ സൗണ്ട് വീണ്ടും കേട്ടു. ഓക്കെ, ദ വോയിസ് സ്ക്രീച്ച്ഡ് എഗെയിൻ. വീണ്ടും അവർ ആ സൗണ്ട് കേട്ടു. ആരോ ഇന്ന് പറയുന്നു, ടു ലിറ്റിൽ ഓൺസ് ടു എൻജോയ്, രണ്ട് കുട്ടികൾ അല്ലേ ചെയ്യുവാനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ എന്ന് ആരോ അതിനകത്ത് നിന്ന് പറയുന്നു. ഓക്കെ ചിൽഡ്രൻ, ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക.
2 ടൈംസ് എങ്കിലും എല്ലാവരും നന്നായിട്ട് റീഡ് ചെയ്യാൻ പഠിക്കുക. കാരണം നിങ്ങൾക്ക് സ്കൂളൊന്നും ക്ലാസ്സൊന്നും കിട്ടാത്ത കാരണം വായിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിരുന്ന് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.